ഒരു ബിസിനസ് ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും മെയിൻലി ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക, ടൈം ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എങ്കിലും പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് സ്വന്തം ബിസിനസ്സിനോട് അവർ അത്രയധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണം എന്താണ്? ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുകളിൽ ചോദിക്കാനും പറയാനും ഒരു വ്യക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഐ എം അരുൺ വിക്രം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് കോച്ച് ആൻഡ് 11x ഗ്രോത്ത് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം, പല ട്രെയിനിങ് പ്രോഗ്രാംസുകളും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയും ഒക്കെ കണ്ടിട്ട് പല സ്ട്രോങ് ഡിസിഷനും എടുത്തുകൊണ്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ആവേശത്തിൽ നമ്മൾ വരുന്നത്. എന്നാൽ അത് സാധിക്കാറുണ്ടോ എന്നുള്ളതൊന്ന് സ്വയം ചോദിച്ചു നോക്കി. അവിടെയാണ് നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണറിൻ്റെ ആവശ്യം വരുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ സർക്കിളിൽ തന്നെയുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, ഒരു സുഹൃത്തായിരിക്കാം. ആരാണെങ്കിലും അക്കൗണ്ടബിലിറ്റിയിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ്. അക്കൗണ്ടബിലിറ്റി എന്നാൽ എന്താണ്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികളോട് റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാംസുകളായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ചോദിക്കാനും പറയാനുമായിട്ട് ആളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്, ട്യൂഷനുണ്ടെങ്കിൽ അവരുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഒരു സിസ്റ്റം, രാവിലെ ഇത്ര മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പല പീരീഡ്സുകളുണ്ടാവും. നമുക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ഇരുന്നേ പറ്റൂ, ആൻസറുകൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു ചോയ്സ് ആയിട്ട് മാറണം എന്നുള്ളത് തന്നെയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.